ഒരു വർഷം തികഞ്ഞിട്ടും ഇന്നും ഈ നിമിഷത്തിലും അവിടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ബോംബ് വർഷവും മറ്റും തുടരെ നടക്കുന്നു. മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരിക്കേറ്റ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാർത്തകൾ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശില്പയിലേക്ക് പോകാം. ന്യൂസ് ഡെസ്കിൽ നിന്നും ശില്പ ഇതിന്റെ വിവരങ്ങളുമായിട്ട് ചേരുന്നുമുണ്ട്. ശില്പ, ഗുഡ് മോർണിംഗ്. ഇസ്രായേൽ കടന്നാക്രമണത്തിന് ഒരു വർഷം തികയുന്ന ഈ വേളയിലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളിങ്ങനെ ഓരോ മണിക്കൂറിലും അതിൻ്റെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള കണക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സാഹചര്യം? ഗുഡ് മോർണിംഗ് പ്രിയ. പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ഗാസയിലേക്ക് കടന്നാക്രമണം നടത്തിയിട്ട് ഒരു വർഷം തികയാണ്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഈ ഒരു യുദ്ധം ആരംഭിച്ചത്. അതിപ്പോൾ ഒരു വർഷം പിന്നിടുമ്പോഴും അവിടെ ശക്തമായ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു മധ്യസ്ഥ ചർച്ചയ്ക്കും അവർ തയ്യാറല്ല. യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ സ്കൂളുകൾക്ക് നേരെയും പള്ളികൾക്ക് നേരെയും എല്ലാം വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ അയച്ചുവിട്ടത്. യാതൊരു വിധത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന ഒരു നിലപാടിലല്ല ഇസ്രായേൽ ഉള്ളത്. വലിയ തോതിലുള്ള ആക്രമണമാണ് ഗാസയിൽ ഉടനീളം അയച്ചുവിട്ടത്. നമുക്കറിയാം, ഗാസയിൽ നിന്ന് ഓരോ നിമിഷവും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ്. ഒരു വർഷക്കാലത്തോളമായി ഗാസയിലെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയാണ്. നമുക്ക് അറിയാം, അവിടെ ഭക്ഷണമില്ല, വെള്ളമില്ല, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ആശുപത്രികൾ പോലും ചികിത്സിക്കാൻ അവിടെ ആശുപത്രികൾ പോലുമില്ല. അവിടെ ആൽഷിഫ പോലുള്ള ആശുപത്രികൾ അടക്കം അവിടെ തകർന്ന് തരിപ്പണമായ സാഹചര്യമാണ് ഉള്ളത്. ജനങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാതെ നെട്ടോട്ടം ഓടുന്ന സാഹചര്യമാണ്. ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി അവിടെ UN നിന്നൊക്കെ എത്തുന്ന ഒരു ട്രക്ക് വരുമ്പോഴത്തേക്കും അവിടെ ആളുകൾ അതിന് പുറകെ ഓടുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അത്രത്തോളം അവിടുത്തെ സാഹചര്യം രൂക്ഷമായി തുടരുകയാണ്. ഈ തെക്കൻ ഗാസയിൽ നിന്ന് ആളുകൾ വീണ്ടും പലായനം ചെയ്യുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഈ ഒരു യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ കടന്നാക്രമണം ഗാസയിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ തെക്കൻ ലെബനനിലേക്കാണ് ആളുകൾ പലായനം ചെയ്ത് ജീവരക്ഷാർത്ഥം അവിടേക്കാണ് ആളുകൾ ഓടിയെത്തിയത്. എന്നാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ലാത്ത സാഹചര്യമാണ്. അവിടെ നിന്നും ആളുകളെ വീണ്ടും ഇസ്രായേൽ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ ആളുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം. നിരന്തരം തുടരെയുള്ള ബോംബാക്രമണത്തിൽ ഞെട്ടിവിറച്ചിരിക്കുകയാണ് ഗാസ. ഏതാണ്ട് ഒരു വർഷം ഇപ്പോൾ പിന്നിടുന്ന സാഹചര്യത്തിലും യുദ്ധത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് യാതൊരു വിധത്തിലുള്ള അയവുമില്ല. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വർഷം ഗാസയിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷം ആയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു സമയത്തും ഇനിയൊരു കൂടുതൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി വലിയ തോതിലുള്ള ഒരു സൈന്യത്തെ തന്നെ അവിടെ ഗാസയിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട്. ഗാസയിലെ ഖാൻ യൂനിസ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. നമുക്കറിയാം, അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അവിടെ പോലും ആക്രമണം നടത്തുകയാണ്. ആളുകൾക്ക് കഴിയാൻ പോലും, ആളുകൾക്കൊന്ന് ഉറങ്ങാൻ പോലും സ്ഥലമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഈ ബോംബൊച്ചകൾ കേട്ട് ആണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത്. ഏതാണ്ട് മരണസംഖ്യ ഇപ്പോൾ 1,00,000-ത്തോളം അടുക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു കടന്നാക്രമണത്തിൽ മരണസംഖ്യ 1,00,000-ത്തോളം അടുക്കുമ്പോൾ അവിടെ 20,000-ത്തിലധികം കുഞ്ഞുങ്ങളാണ് മരിച്ചു വീണിരിക്കുന്നത്. നമുക്കറിയാം, ഗർഭസ്ഥ ശിശുക്കൾ അടക്കം അവിടെ മരിച്ചിട്ടുണ്ട്, ഗർഭിണികൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ക്രൂരതയാണ്, നരനായാട്ട് തന്നെയാണ് ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. നമുക്കറിയാം, ലെബനനിലേക്കും സിറിയയിലേക്കും യമനിലേക്കും അതോടൊപ്പം തന്നെ ഇറാനിലേക്കും ഒക്കെ വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ അവരുടെ ആക്രമണം. ഇനി ലെബനിലേക്ക് വരികയാണെങ്കിൽ ലെബനിലെ സാഹചര്യം അതിരൂക്ഷമായി തുടരുകയാണ്. കാരണം ഈ തെക്കൻ ലെബനനിൽ ഏതാണ്ട് 30ഓളം ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയത്. അവിടെയുള്ള ആക്രമണത്തിൽ ഏതാണ്ട് 34-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 100-ലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആക്രമണമാണ് തെക്കൻ ബെയ്റൂട്ടിലടക്കം ഇസ്രായേൽ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറാണെങ്കിലും വലിയ തോതിലുള്ള സൈന്യത്തെ വിന്യസിച്ച് വ്യോമാക്രമണം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ അവരുടെ ആക്രമണം നടത്തുന്നതെന്ന്
പറയുമ്പോഴും നമുക്കറിയാം അത് സാധാരണക്കാരായ ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് ഓരോ നിമിഷവും തെക്കൻ ലെബനനിലടക്കം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിറിയയിലേക്കും അതേസമയം യമനിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് അമേരിക്ക. നമുക്കറിയാം ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഇസ്രായേൽ ഈ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് മുതൽ എല്ലാ പിന്തുണയും അമേരിക്ക നൽകുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ എല്ലാ സഹായങ്ങളുമുണ്ട്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് തുടക്കം മുതൽ ഈ ഒരു യുദ്ധം ഇസ്രായേൽ ആരംഭിക്കുന്നത്. അമേരിക്ക കൂടെ ഉണ്ട് എന്നൊരു ധൈര്യവും ഇസ്രായേലിന് ഉണ്ട്. പല രീതിയിലുള്ള അതിപ്പോൾ ആയുധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും എല്ലാവിധ പിന്തുണയും അമേരിക്ക ആദ്യഘട്ടം മുതൽ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ബന്ദികളാക്കിയവരെ ഹമാസ് ബന്ദികളാക്കിയവരെ പുറത്ത് വിടാൻ ഇതുവരെ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അത് വലിയ തോതിലൊരു ജനരോക്ഷം ഇസ്രായേലിൽ ഉടനീളം നെതന്യാഹു സർക്കാരിനെതിരെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ആക്രമണം വീണ്ടും വ്യാപിപ്പിക്കുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നത് വരെ തങ്ങൾ ഈ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പറയുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് നമുക്കറിയാം ഇപ്പോൾ പലസ്തീൻ അനുകൂലമായ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും റാലികൾ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് വാർ എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ ലോകരാജ്യങ്ങളടക്കം വലിയ പ്രതിഷേധത്തിലാണ്. എന്നാൽ ഈ ഒരു പ്രതിഷേധമൊന്നും വകവെക്കാതെ യുദ്ധം ഇനിയും തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും ഉള്ളത്. അത്തരത്തിൽ ഈ ഒരു വ്യക്തമാണ്. എന്തായാലും ഗാസയിൽ ഇസ്രായേൽ കടന്നാക്രമണം തുടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്.